ഇൻഡിപെൻഡൻസ് വാർ ആക്ഷൻ സിനിമയുടെ പ്രതീതി നൽകുന്ന ടീസർ ട്രെയിലർ ഇറക്കി ആ പ്രതീക്ഷയിൽ പ്രേക്ഷകർ തിയേറ്ററിൽ ചെന്നപ്പോൾ കിട്ടിയത് ഒരു ഹിസ്റ്റോറിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ സറ്റയർ മൂവി. അതുകൊണ്ട് മാത്രമാണോ 2018 ഇറങ്ങിയ കമ്മാര സംഭവം തിയേറ്ററിൽ അടിപതറിയത് എന്ന് ചോദിച്ചാൽ അല്ല, മറ്റ് കാരണങ്ങളും ഉണ്ടായിരുന്നു. ഇന്ന് കമ്മാര സംഭവം സിനിമയിലെ കുറച്ച് ഹിഡൻ ഡീറ്റെയിൽസും ഹിസ്റ്റോറിക്കൽ ഫാക്ട്സും ചെറിയൊരു അനാലിസിസും നോക്കാം. മദ്യനയം തിരുത്തി ഓരോ മന്ത്രിസഭയും തങ്ങളുടെ ബിസിനസ്സിൻ്റെ പങ്ക് പറ്റുന്നത് എന്നേക്കുമായി നിർത്താൻ ലോക്കൽ പാർട്ടിയായ ILP അഥവാ ഇന്ത്യൻ ലിബറേഷൻ പാർട്ടിയുടെ മുതിർന്ന നേതാവായി കമ്മാരൻ നമ്പ്യാരെ കൊണ്ടുവരാനും തുടർന്നുള്ള ഇലക്ഷൻ പിടിച്ചെടുക്കാനും ILP മെമ്പേഴ്സായ കേരളത്തിലെ പ്രമുഖ മദ്യ വ്യവസായികൾ നടത്തുന്ന ചർച്ചയിലാണ് സിനിമ ആരംഭിക്കുന്നത്. ചർച്ചയ്ക്കിടയിൽ വിജയരാഘവന്റെ കഥാപാത്രം ഫ്രാൻസിസ് പരാമർശിക്കുന്ന കഴിഞ്ഞ പതിറ്റാണ്ടിലെ 2 ഇന്ത്യൻ ചരിത്ര സംഭവങ്ങൾ, 2004 സുനാമിയും 2011 അണ്ണാ ഹസാരെ മൂവ്മെന്റുമാണ്. ഈ 2 സംഭവങ്ങളുടെയും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ തൊട്ടടുത്ത ഇലക്ഷനിൽ നിലവിലെ മന്ത്രിസഭകളെ താഴെയിറക്കിയ സംഭവങ്ങളാണെന്നുമാണ്. 2004 സുനാമിക്ക് ശേഷം ദുരിതാശ്വാസ ഫണ്ട് ചെലവഴിച്ചതിലെ അപാകതകളാണ് അന്നത്തെ UDF സർക്കാരിന്റെ ഭരണം തൊട്ടടുത്ത 2006 ഇലക്ഷനിൽ നഷ്ടമാകാൻ പ്രധാന കാരണം. കോൺഗ്രസ് ഭരണത്തിന്റെ അഴിമതികൾ പുറത്തു കൊണ്ടുവന്ന 2011 അണ്ണാ ഹസാരെ മൂവ്മെന്റിന് ശേഷം 2014 ഇലക്ഷനിൽ കേന്ദ്രഭരണം കോൺഗ്രസിന് നഷ്ടപ്പെട്ടു. സിനിമയിൽ ഇതിന് തുല്യമായൊരു നീക്കം കമ്മാരൻ നമ്പ്യാരെ കൊണ്ടുവന്ന് നടത്തി തുടർന്നുള്ള കേരള ഭരണം പിടിച്ചെടുക്കുക എന്നതാണ് ചർച്ചയുടെ ഉദ്ദേശം. സിനിമയുടെ അവസാന ഉദ്ദേശം നേടിയെടുത്തെങ്കിലും പ്രതീക്ഷയിലും അപ്പുറമാണ് സംഭവിച്ചത് എന്ന് മാത്രം. സിനിമയുടെ തുടക്കത്തിൽ നെപ്പോളിയൻ ബോണപ്പാർട്ടിന്റെ പ്രശസ്തമായ കോട്ട് കാണിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിലെ ചിത്രം, നിലച്ചുപോയ TCMന്റെ പോക്കറ്റ് വാച്ച്, യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടാബ്ലറ്റ് സ്ട്രിപ്പ്, കറുത്ത കണ്ണാടി, ഒരു ഉറുമ്പ്, കമ്മാരൻ്റെ നിലവിലെ അവസ്ഥയാണ് കാണിക്കുന്നത്. എന്നാൽ സിനിമയുടെ അവസാനം ഇതേ കോട്ട് വീണ്ടും കാണിക്കുമ്പോൾ ഓടുന്ന പോക്കറ്റ് വാച്ച്, ഭരണമേശ, ഗവൺമെൻറ് ഓർഡറുകൾ, ഫോർഗോട്ടൺ പാസ്റ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഡെഡ് ടൈമിൽ നിന്നും റിട്ടേൺ ഹിസ്റ്ററിയെയും അതിലൂടെ മാനുഫാക്ചർ ചെയ്ത റിയാലിറ്റിയെയും റെപ്രസെൻ്റ് ചെയ്യുന്ന റണ്ണിങ് ടൈമിലേക്ക് നീങ്ങുന്നതും കമ്മാരൻ്റെ ട്രാൻസ്ഫോർമേഷനാണ്. അതുപോലെ ഓൾഡ് ഗ്ലാസിൻ്റെയും ടാബ്ലറ്റ് സ്ട്രിപ്പിൻ്റെയും പശ്ചാത്തലത്തിൽ ജീവിക്കുന്ന ഇറലവൻ്റായ വീക്കായ കമ്മാരൻ്റെ ജീവിതം, മോസ്റ്റ് അൺവർത്തിയായ കമ്മാരൻ്റെ ജീവിതം, റിട്ടേൺ ഹിസ്റ്ററി കൊണ്ട് സമൂഹത്തിലെ ഏറ്റവും റെലവൻ്റ് ആവുന്ന സ്ഥിതിയാണ് ഭരണമേശയും ഗവൺമെൻറ് ഓർഡറുകളുടെയും ഇടയിൽ കാണിക്കുന്നത്. ശക്തമായ വിഷ്വൽസ്. അൺസങ് ഹീറോസ് ഓഫ് ഇന്ത്യ എന്ന ബുക്കാണ് കമ്മാരൻ നമ്പ്യാരുടെ കഥയുടെ സോഴ്സ് ഓഫ് ഇൻഫർമേഷനായി കാണിക്കുന്നത്. ബുക്ക് എഴുതിയ റോബർട്ട് S. കൂഗൻ എന്ന സായിപ്പ് ഒരു ഫിക്ഷണൽ ക്യാരക്ടർ ആണെങ്കിലും കവർ പേജിൽ കൂഗനെ കമ്പയർ ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന മറ്റ് റൈറ്റേഴ്സ് VS നൈപ്പോൾ, നിരാദ് C. ചൗധരി, വില്യം ഡാർലിംപിൾ ഇവരൊക്കെ പ്രശസ്തരായ നോവലിസ്റ്റും ഹിസ്റ്റോറിയൻസും ഒക്കെയാണ്. ഒറ്റന്മലയെക്കുറിച്ചും അമൃതസമുദ്രത്തെക്കുറിച്ചും കമ്മാരൻ പറയുന്നുണ്ട്. കമ്മാരൻ പറയുന്ന കഥ പണ്ട് കോലത്തിരി രാജാവിനെ ചതിച്ച നമ്പ്യാന്മാരെ നാട് കടത്തിയത് ഒറ്റന്മലയ്ക്ക് അപ്പുറത്തേക്കായിരുന്നു എന്നാണ്. ചരിത്രം നോക്കിയാൽ കേരളത്തിൻ്റെ നോർത്ത് മലബാർ ഭരിച്ചിരുന്ന കോലത്തിരി രാജവംശത്തിൻ്റെ കീഴിൽ മിലിറ്ററി അഡ്മിനിസ്ട്രേറ്റീവ് പവറൊക്കെ ഉണ്ടായിരുന്ന യോദ്ധാക്കളായിരുന്നു നമ്പ്യാന്മാർ. ചരിത്രത്തിൽ നമ്പ്യാന്മാർ കോലത്തിരി രാജവംശത്തെ പലപ്പോഴായി ചതിച്ചിട്ടുണ്ട്. ചതിയുടെ കഥ അവിടെ നിൽക്കട്ടെ. ഇതിൽ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണെന്നാൽ തികഞ്ഞ വഞ്ചനയുടെ പുറത്തല്ല നമ്പ്യാന്മാർ കോലത്തിരികളെ ഒറ്റിയത്. പകരം നമ്പ്യാന്മാരുടെ സ്ട്രാറ്റജിക് സർവൈവൽ മൂവ് ആയിരുന്നു അത്. തങ്ങളുടെ രാജാവിനേക്കാൾ ശക്തരായവർ വരുമ്പോൾ അവരുടെ കൂടി അതിജീവിക്കാനുള്ള ശ്രമം. സിനിമ നോക്കിയാൽ കമ്മാരൻ നമ്പ്യാർ ചെയ്യുന്നതും തുടക്കത്തിൽ ഇതുതന്നെയാണ്. ജപ്പാൻ പണം ശേഖരിക്കാൻ ശ്രമിക്കുന്നതും ബ്രിട്ടീഷുകാരുമായി ബന്ധം സ്ഥാപിക്കുന്നതും എല്ലാം. എന്നാൽ പകയുടെ മറ്റൊരു വശം ഉണ്ടായിരുന്നു എന്നത് മറ്റൊരു സത്യം. ഇവിടെ വേണമെങ്കിൽ സിനിമാ മേക്കേഴ്സിന് കമ്മാരൻ നമ്പ്യാർ എന്ന കഥാപാത്രത്തിന് പകയുടെ മുഖം മാത്രം കൊടുക്കാമായിരുന്നു. നാസികളെ സപ്പോർട്ട് ചെയ്യുന്നതും ജപ്പാൻ പണം കളക്ട് ചെയ്യുന്നതും ബ്രിട്ടീഷുകാരുമായി ബന്ധം നിലനിർത്തുന്ന ഒന്നും തന്നെ കമ്മാരൻ്റെ പകയെ തീർക്കാൻ ഒരു തരത്തിലും സഹായിക്കുന്നില്ല. എന്നിട്ടും ഇതെല്ലാം സിനിമയിൽ കാണിച്ചിരിക്കുന്നത് നമ്പ്യാർ കുടുംബങ്ങൾക്ക് അന്നുണ്ടായിരുന്ന സ്ട്രാറ്റജിക് സർവൈവൽ ക്യാരക്ടർ തിരിച്ചറിയാൻ കൂടിയാണ്. റോബർട്ട് S. കൂഗനെ കാണിക്കുമ്പോൾ ഇന്ത്യൻ കലകളോട് താല്പര്യമുള്ള ആളാണ് എന്ന് പറയുന്നുണ്ട്. കൂടെ കാണിക്കുന്നത് അംബികാപതി എന്ന 1937 തമിഴ് സിനിമയുടെ വിനയൽ റെക്കോർഡാണ്. എലിസ് R. ഡങ്കൻ എന്ന ഇംഗ്ലീഷ് ഡയറക്ടർ ചെയ്ത വലിയ ഹിറ്റായി മാറിയ പ്രീ ഇൻഡിപെൻഡൻസ് തമിഴ് മ്യൂസിക്കൽ പീരീഡ് സിനിമയാണ് അംബികാപതി. ഈ സിനിമയുടെ വിജയത്തോടെയാണ് ജെമിനി സ്റ്റുഡിയോ പച്ചപിടിച്ചത് എന്നത് മറ്റൊരു വസ്തുത. ഈ കൂഗൻ സായിപ്പിന്റെ വേഷം കൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഐറിൻ മദാമയുടെ വേഷം ഇംഗ്ലീഷ് ആണെങ്കിലും സായിപ്പ് ഷർട്ടും ഒറ്റമുണ്ടുമാണ് അൺഒഫീഷ്യലായി ധരിക്കുന്നത്. മുരുകേശന്റെ ചിറ്റപ്പൻ കിടപ്പിലാവാൻ കാരണം കേളു നമ്പ്യാരുടെ അടിയാളന്മാരുടെ ക്രൂരമായ മർദ്ദനമായിരുന്നു. കമ്മാരൻ അയാൾക്ക് കഷായവും ദേഹത്ത് തൂക്കാൻ മരുന്നും കൊടുക്കുന്നുണ്ട്. പിന്നീട് തമിഴന്മാരുടെ കുടിലുകളിൽ ബോംബും ന്യൂസ് പേപ്പറും കൊണ്ടുവച്ച് ഉദയനനുമായിട്ട് അവർക്ക് ബന്ധമുണ്ടെന്ന് വരുത്തി തീർക്കുന്ന സമയത്ത് മുരുകേശന്റെ ചിറ്റപ്പൻ കമ്മാരൻ കൊടുത്ത മരുന്ന് ശരീരത്തിൽ പുരട്ടിക്കിടക്കുന്നത് കാണാം. കണ്ടിന്യൂറ്റി കൃത്യമായി കീപ്പ് ചെയ്തിട്ടുണ്ട് സിനിമയിൽ. ഹിറ്റ്ലർ മരിച്ചു എന്ന വാർത്തയുമായി തിലകൻ വരുന്നത് കയ്യിൽ ദീനബന്ധു എന്ന ന്യൂസ് പേപ്പറായിട്ടാണ്. 1941 തുടങ്ങിയ ദീനബന്ധു 1942 ക്വിറ്റ് ഇന്ത്യ സമരത്തിൽ പങ്കെടുത്തതിന് ദീനബന്ധുവിൻ്റെ എഡിറ്ററിനെയും മറ്റ് സ്റ്റാഫിനെയും അറസ്റ്റ് ചെയ്തപ്പോൾ
നിർത്തേണ്ടി വന്ന ന്യൂസ് പേപ്പറാണ്. പിന്നീട് 2 വർഷങ്ങൾക്ക് ശേഷം 1944 റീസ്റ്റാർട്ട് ചെയ്തു. സിനിമയിലെ കഥ നടക്കുന്ന 1945-46 കാലഘട്ടത്തിലാണ്. ഇവിടെയും കൃത്യമായ ഹിസ്റ്ററി കീപ്പ് ചെയ്യാൻ മേക്കേഴ്സിന് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ചെറിയൊരു കണ്ടിന്യൂറ്റി മിസ്റ്റേക്ക് ഇവിടെ ഉണ്ട്. ഹിറ്റ്ലർ മരിക്കുന്നത് 1945 ഏപ്രിൽ 30-നാണ്. മാത്രമല്ല ഒതേനൻ പറയുമ്പോഴാണ് ജപ്പാൻ സൈന്യം യുദ്ധത്തിൽ തോറ്റു എന്ന് കമ്മാരൻ അറിയുന്നത്. ജപ്പാനിൽ ആറ്റം ബോംബിട്ടത് 1945 ഓഗസ്റ്റ് 6-നും 9-നുമാണ്. ഇതിനൊക്കെ ശേഷമുള്ള ന്യൂസ് പേപ്പർ, അതായത് 1945 ഓഗസ്റ്റ് 12-ലെ ന്യൂസ് പേപ്പർ കമ്മാരനെ ഭാനുമതി കാണിക്കുന്നുണ്ട്. ഇത്രയധികം യാത്രകൾ ചെയ്യുന്ന ബന്ധങ്ങളുണ്ടായിരുന്ന കമ്മാരൻ ഈ വിവരങ്ങളൊന്നും അറിഞ്ഞിരുന്നില്ല എന്നതിൽ എവിടെയോ ഒരു പ്രശ്നമില്ല എന്നൊരു സംശയം ഇല്ലാതില്ല. ഒതേനൻ്റെ ബാഗിൽ നിന്നും കമ്മാരൻ എടുക്കുന്ന നോട്ടുകൾ നേതാജി സുഭാഷ് ചന്ദ്രബോസ് 1944 ജപ്പാന്റെ സഹായത്തോടെ തുടങ്ങിയ ആസാദ് ഹിന്ദ് ബാങ്ക് അഥവാ ബാങ്ക് ഓഫ് ഇൻഡിപെൻഡൻസിൽ നിന്നും ലഭിച്ചിരുന്ന പ്രൊമിസറി നോട്ട്സ് ആണ്. സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇന്ത്യയിൽ ഉപയോഗിക്കാൻ കഴിയുന്ന എമർജൻസി കറൻസികളായിരുന്നു അവ. ഒറിജിനലിൽ നിന്നും സിനിമയിലെ കറൻസികൾക്കുണ്ടായിരുന്ന വ്യത്യാസം നേതാജിയുടെ ഫോട്ടോ ആയിരുന്നു. മുഖം മുഴുവനായും കാണുന്ന നേതാജിയുടെ ഫോട്ടോ ആയിരുന്നു ഒറിജിനൽ നോട്ടിൽ. എന്നാൽ സിനിമയിൽ ഒരു വശം കാണുന്ന ഫോട്ടോയാണ്. കമ്മാരൻ അടിച്ചു മാറ്റുന്ന കറൻസികൾ അത് വെറും കറൻസികളായിരുന്നില്ല, അതിന് വലിയൊരു ചരിത്രം ഉണ്ടായിരുന്നു. ഒതേനൻ പറയുന്ന കഥയിൽ 1943 സിംഗപ്പൂർ വെച്ച് ബ്രിട്ടീഷ് റോയൽ ആർമിയെ ജപ്പാൻ തോൽപ്പിച്ചുവെന്നും ഒതേനനെയും കൂടെ ഉണ്ടായിരുന്ന പട്ടാൾക്കാരെയും ജപ്പാൻ സൈന്യം പിടിച്ചുകൊണ്ടുപോയി എന്നും അവിടെ നിന്ന് നേതാജി രക്ഷിച്ച് തുടർന്ന് ഇന്ത്യൻ നാഷണൽ ആർമി അഥവാ INAയിൽ ചേർന്നു എന്നുമാണ്. ഹിസ്റ്ററി ഒന്ന് ചികഞ്ഞാൽ ഇവിടെ പറയുന്നത് 2ാം ലോക മഹായുദ്ധകാലത്ത് ഏഷ്യയിലെ ബ്രിട്ടീഷ് സ്ട്രോങ് ഹോൾഡ് ആയിരുന്ന സിംഗപ്പൂരിൻ്റെ പതനമാണ് എന്ന് മനസ്സിലാവും. 1942 ബ്രിട്ടീഷ് ഫോഴ്സ് ജപ്പാന് മുന്നിൽ തോറ്റു. ഇതിനെ അന്നത്തെ ബ്രിട്ടൻ പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ വിശേഷിപ്പിച്ചത് ബ്രിട്ടൻ്റെ ഏറ്റവും മോശം തോൽവി എന്നാണ്. 1943 നേതാജി സുഭാഷ് ചന്ദ്രബോസ് ജപ്പാന്റെ സഹായത്തോടെ സിംഗപ്പൂരിൽ എത്തുകയും ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ലീഡർഷിപ്പ് ഏറ്റെടുക്കുകയും ആസാദ് ഹിന്ദ് ഗവൺമെൻറ് എന്ന സ്വതന്ത്ര ഇന്ത്യയുടെ പ്രൊവിഷണൽ ഗവൺമെൻറ്റിനെ ഡിക്ലെയർ ചെയ്യുകയും ചെയ്തു. ഒതേനനെയും കൂട്ടരെയും കൊല്ലാൻ കൊണ്ടുപോകുന്ന ജപ്പാൻകാരുടെ വണ്ടിയിൽ കാണുന്ന ഫ്ലാഗും പിന്നീട് നേതാജി സംസാരിക്കുമ്പോൾ കാണിക്കുന്ന ഫ്ലാഗും രണ്ടും രണ്ടാണ്. ഇതിൽ ആദ്യത്തേത് ജപ്പാൻ ആർമിയുടെയും രണ്ടാമത്തേത് ജപ്പാൻ നാഷണലിൻ്റെയും ഫ്ലാഗാണ്. കൃത്യമായ ഫ്ലാഗ്സ് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. എന്നാൽ നേതാജി സംസാരിക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന INAയുടെ ഫ്ലാഗ് നേതാജി ലീഡ് ചെയ്തിരുന്ന സമയത്ത് ഫ്ലാഗിൻ്റെ സെൻറ്ററിൽ ചാടുന്ന കടുവയുടെ ചിത്രമായിരുന്നു. എന്നാൽ സിനിമയിൽ കാണിക്കുന്ന നേതാജി INAയുടെ ലീഡർഷിപ്പ് ഏറ്റെടുക്കുന്നതിന് മുൻപുണ്ടായിരുന്ന ചർക്കയുടെ INAയുടെ ഫ്ലാഗാണ്. അതിൽ ഫാക്ച്വൽ എറർ ഉണ്ടോ എന്ന് സംശയമില്ലാതില്ല. 1944 ഇംഫാൽ വാറിൽ നേതാജി നേരിട്ട് പങ്കെടുത്തിരുന്നില്ല. കമ്മാരനോട് ഒതേനൻ പറയുന്ന കഥയിലും നേതാജി പങ്കെടുത്തതായി പറയുന്നില്ല. അതാണ് സത്യം. എന്നാൽ പുലികേശി സിനിമ എടുക്കുമ്പോൾ കമ്മാരനെ ഹീറോ ആക്കി മാറ്റിയപ്പോൾ ഇംഫാൽ വാറിൽ നേതാജി പങ്കെടുത്തു എന്നും നേതാജിയെ രക്ഷിച്ചത് കമ്മാരനാണെന്നും തിരുത്തി എഴുതി. നെപ്പോളിയൻ്റെ കോട്ട് പോലെ കള്ളം എല്ലാവരും അംഗീകരിച്ച് ചരിത്രമാക്കി. 1945 ഓഗസ്റ്റ് 20 ലെറ്ററാണ് സായിപ്പിൻ്റെ അടുത്ത് നിന്നും അടിച്ചു മാറ്റി കമ്മാരൻ ഒതേനന് കാണിക്കുന്നത്. ഒതേനൻ പറയുന്നത് അത് ഒരു SIS ഡോക്യുമെൻ്റ് എന്നാണ്. ലെറ്ററിലെ സീൽ റോയൽ സീക്രട്ട് ഇൻ്റലിജൻസ് സർവീസിൻ്റേതാണ്, അതായത് ഇപ്പോഴത്തെ MI6. അതിലെ കണ്ടന്റ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് പ്ലെയിൻ ക്രാഷിൽ കൊല്ലപ്പെട്ടു എന്നാണ്. ലെറ്ററിൽ പറഞ്ഞിരിക്കുന്ന പ്ലെയിൻ ക്രാഷും തുടർന്നുള്ള നേതാജിയുടെ മരണവും നടന്നത് 1945 ഓഗസ്റ്റ് 18-നാണ്. 2 ദിവസത്തിന് ശേഷമാണ് കത്ത് വരുന്നത്. അതായത് കൃത്യമായ ഡേറ്റ് ആണ് സിനിമയിൽ പറഞ്ഞിരിക്കുന്നത്. ലെറ്ററിൻ്റെ ഹെഡിങ്ങിൽ ഈസ്റ്റേൺ ഫ്രണ്ട് കമ്മ്യൂണിക് എന്ന് കൊടുത്തിട്ടുണ്ട്. ഒതേനൻ പറയുന്ന കഥയിൽ അയാളെയും സുഹൃത്തുക്കളെയും ആദ്യം ബ്രിട്ടീഷ് റോയൽ ആർമി ഡിപ്ലോയ് ചെയ്തത് ഈസ്റ്റേൺ ഫ്രണ്ടിലായിരുന്നു എന്നാണ്. അതായത് സിംഗപ്പൂരിൽ നിന്നുള്ള വിവരങ്ങൾ ലണ്ടനിൽ നിന്നും ലെറ്ററായി വന്നു എന്നർത്ഥം. ഒരൊറ്റ ലെറ്ററിൽ പോലും ഹിസ്റ്റോറിക്കലി സോ മച്ച് അക്യുറേറ്റ് ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. പിന്നീട് സിനിമയായി മാറിയപ്പോൾ 1945 ഓഗസ്റ്റ് 18-ന് തൈവാനിലെ ടൈഹോക്കു എയർഫീൽഡിൽ വെച്ച് സുഭാഷ് ചന്ദ്രബോസിനെ കാണിക്കുന്നുണ്ട്. അന്നത്തെ ദിവസം സംഭവങ്ങൾക്ക് ശേഷം പ്ലെയിനിൽ കയറി പോകുന്ന ബോസ് പ്ലെയിൻ ക്രാഷായി മരിക്കുകയാണ് ഉണ്ടായത്. ബ്രിട്ടീഷ് SISന് ഈ വിവരം കിട്ടുകയും ശേഷം അയച്ച കത്തുമാണ് അത്. ഇതുവരെയും സിനിമയിൽ കാണിക്കുന്ന ചരിത്രം, അതായത് കമ്മാരൻ പറയുന്ന ചരിത്രം, അത് എല്ലാ രീതിയിലും നമുക്കറിയാവുന്ന 2ാം ലോക മഹായുദ്ധത്തിൻ്റെയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളുടെയും യഥാർത്ഥ ചരിത്രം തന്നെയാണ്. എന്നാൽ പുലികേശിയുടെ സിനിമയിൽ ചരിത്രം മാറ്റിമറിച്ചിരിക്കുന്നത് നമ്മൾ കരുതുന്നതിൽ ഒരുപാട് അപ്പുറമാണ്. ഒതേനൻ്റെ യഥാർത്ഥ ജീവിതം കമ്മാരന് നൽകി അയാളെ ഒരു ഹീറോയാക്കി ഒതേനനെ ശത്രുവാക്കി തയ്യാറാക്കിയ കഥയാണെന്ന് ആദ്യ കാഴ്ചയിൽ തോന്നുമെങ്കിലും അങ്ങനെയല്ല. പലയിടങ്ങളിലായി ചെറുതും വലുതുമായ ഒരുപാട് കാര്യങ്ങൾ മാറ്റിമറിച്ചാണ് സംഭവം എന്ന സിനിമ പുലികേശി തയ്യാറാക്കിയത്. ഇതിലെ സത്യവും അസത്യവും വേർതിരിച്ച് നോക്കാനൊന്ന് ശ്രമിക്കാം. 1945 ഓഗസ്റ്റ് 18 തൈവാൻ ടൈഹോക്കു എയർഫീൽഡിൽ വെച്ച് കാണിക്കുന്ന നേതാജി മഹാത്മാഗാന്ധിയെ കൊല്ലാൻ ചിലർ പ്ലാൻ ഇടുന്നു എന്ന് ജാപ്പനീസ് ഇൻ്റലിജൻസ് രഹസ്യവിവരം തന്നതായി പറയുന്നുണ്ട്. അതല്ല ഇവിടുത്തെ വിഷയം. നേതാജി സിഗരറ്റ് വലിക്കുന്ന ആളായിരുന്നില്ല എന്നതാണ് ഇവിടുത്തെ വിഷയം. സിനിമയിൽ അത് തെറ്റായാണ് കാണിക്കുന്നത്. നേതാജി ഒരു ചെയിൻ സ്മോക്കറായും ചുമച്ച് നടക്കുന്ന ഒരാളുമായിട്ടാണ് സിനിമയിൽ കാണിച്ചിരിക്കുന്നത്. ഹിസ്റ്റോറിക്കലി വളരെ തെറ്റായിട്ടുള്ളൊരു കാര്യമാണ്.
അവസാനത്തെ പ്ലെയിൻ യാത്രയ്ക്ക് തൊട്ടു മുമ്പ് പ്ലെയിൻ്റെ സ്റ്റെയർ കേസിൽ നിന്നുകൊണ്ടുള്ള ഫോട്ടോ അത് യാഥാർത്ഥ്യമാണ്. നേതാജിയുടെ വളരെ ഫേമസ് ആയ ഫോട്ടോയാണത്. ഫോട്ടോ എടുത്തതിന് ശേഷം ആ യാത്രയിൽ പ്ലെയിൻ ക്രാഷിൽ അദ്ദേഹം കൊല്ലപ്പെട്ടു എന്നാണ് ചരിത്രം പറയുന്നത്. ഗാന്ധിജിയെ മധുരയിൽ വെച്ച് കൊല്ലാൻ പ്ലാൻ നടക്കുന്നുണ്ട് എന്നും ഹിമാൻഷു വഴി കമ്മാരനിലേക്ക് കത്തെഴുതി ആ അറ്റംപ്റ്റ് തടയുന്നതും കാണിച്ചിട്ടുണ്ട്. സൗത്ത് ഇന്ത്യയിൽ വെച്ച് ഗാന്ധിജിയെ കൊല്ലാൻ ഒരു പ്ലാനും നടന്നതായി ചരിത്രം പറയുന്നില്ല. സോ അതും തെറ്റായിട്ടുള്ളൊരു വിവരമാണ്. കമ്മാരൻ അയക്കുന്ന സീക്രട്ട് മെസ്സേജിൻ്റെ ടൈറ്റിലായി കൊടുത്തിരുന്നത് ആഴ്സി ഹുക്കൂമത്തി ആസാദ് ഹിന്ദ് എന്നാണ്. ഇതിൻ്റെ അർത്ഥം പ്രൊവിഷണൽ ഗവൺമെൻറ് ഓഫ് ഫ്രീ ഇന്ത്യ എന്നാണ്. ഇത് നേതാജി എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു ഗവൺമെൻറ് ഇൻ എക്സൈൽ അഥവാ പുറത്തുനിന്ന് ഭരിക്കപ്പെടുന്ന സർക്കാരായിരുന്നു. സിംഗപ്പൂർ ബേസ് ചെയ്ത് പ്രവർത്തിച്ചിരുന്ന പ്രസ്ഥാനമായിരുന്നു അത്. കൃത്യമായ ഹിസ്റ്റോറിക്കൽ ഫാക്റ്റ് ആണിത്. കമ്മാരൻ അയക്കുന്ന സീക്രട്ട് മെസ്സേജിനെ നമുക്ക് ഇപ്രകാരം ഡീകോഡ് ചെയ്യുകയും ചെയ്യാം. ഉദയനെയും സത്നാമിനെയും കൊന്നതിന് ജയിലിലാവുന്ന കമ്മാരനെ പുറത്തിറക്കാൻ ഗാന്ധിജി നെഹ്റുവിനോട് പറയുന്നുണ്ട്. നെഹ്റു അതിനായി കൂഗർ സാഹിബിനോട് പറയുന്ന ഡയലോഗ് "ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് ആൻഡ് വിൽ ടോക്ക് ടു ദ വൈസ്രോയ്സ് വൈഫ്" എന്നാണ്. ഇതിൽ വൈഫ് എന്ന ഭാഗം മ്യൂട്ട് ചെയ്താണ് സിനിമ പ്രദർശിപ്പിച്ചത്. ജവഹർലാൽ നെഹ്റുവിന് ഇന്ത്യയിലെ അവസാനത്തെ വൈസ്രോയി ആയിരുന്ന ലൂയിസ് മൗണ്ട് ബാറ്റന്റെ ഭാര്യ എഡ്വിന മൗണ്ട് ബാറ്റനായിട്ട് സുഹൃത്ത് ബന്ധം ഉണ്ടായിരുന്നുവെന്ന് ഹിസ്റ്ററി പറയുന്നുണ്ട്. അതൊരു റൊമാൻറ്റിക് റിലേഷൻ ആണെന്ന് തെളിവുകളൊന്നും ഇല്ലെങ്കിലും സ്പെക്കുലേഷൻസ് ഉണ്ടായിരുന്നു. ഇവിടെ നെഹ്റുവിൻ്റെ ഡയലോഗ് അർത്ഥമാക്കുന്നത് ആ ബന്ധമാണ്. കമ്മാരൻ നമ്പ്യാരെ വെറുതെ വിടാനുള്ള കത്തിൽ ഒപ്പ് വെച്ചിരിക്കുന്നത് ലൂയിസ് മൗണ്ട് ബാറ്റനാണ്. അതിലെ ഒപ്പ് പോലും ഒറിജിനലായിട്ട് വളരെ അടുത്ത് നിൽക്കുന്നതാണ്. കേളു നമ്പ്യാരുടെ ഇൻട്രോ സീനിൽ കാണിക്കുന്നത് കാളക്കൊമ്പിനകത്തുള്ള കേളു നമ്പ്യാരുടെ തല. പിന്നീട് സിനിമയിൽ മഹേശ്വരിയുടെ തലയും അതുപോലെ തന്നെ കാണിക്കുന്നുണ്ട്. ഡീമൺ വില്ലൻ നേച്ചർ കാണിക്കാനാണിത്. കഞ്ഞി കുടിക്കുമ്പോൾ കമ്മാരൻ ഓരോ കല്ലുകളായി വായിൽ നിന്നും എടുത്ത് കളയുന്നുണ്ട്. തമ്മിലടിപ്പിച്ച് ഓരോരുത്തരെയായി കൊന്നൊടുക്കുന്നതാണ് അവിടെ പ്രതിഫലിക്കുന്നത്. കേളു നമ്പ്യാരും കൂട്ടരും, ബ്രിട്ടീഷ് പട്ടാളം, INA പടയാളികൾ, ചേരിയിലെ തമിഴന്മാർ, കമ്മാരൻ എല്ലാവരെയും ചതിച്ചു കൊന്ന് അവസാനം വരെ അവിടെ തനിയെ ജീവിക്കുന്നു. എന്നാൽ തിരുത്തി എഴുതിയ ചരിത്രം അയാളൊരു ഹീറോയാക്കി മാറ്റുന്നു. ഇൻഡിപെൻഡൻസ് വാർ ആക്ഷൻ സിനിമയുടെ പ്രതീതി നൽകുന്ന ടീസർ ട്രെയിലർ ഇറക്കി ആ പ്രതീക്ഷയിൽ പ്രേക്ഷകർ തിയേറ്ററിൽ ചെന്നപ്പോൾ കിട്ടിയത് ഒരു ഹിസ്റ്റോറിക്കൽ ആൻഡ് പൊളിറ്റിക്കൽ സറ്റയർ മൂവി. അതുകൊണ്ട് മാത്രമാണോ 2018 ഇറങ്ങിയ കമ്മാര സംഭവം തിയേറ്ററിൽ അടിപതറിയത് എന്ന് ചോദിച്ചാൽ അല്ല, മറ്റു കാരണങ്ങളും ഉണ്ടായിരുന്നു. പ്രേക്ഷകന് കണക്ട് ചെയ്യാൻ കഴിയുന്നതിലും അധികം ചരിത്ര സംഭവങ്ങൾ, അതിൽ ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് തിരിച്ചറിയാൻ കഴിയാതെ വരുന്ന അവസ്ഥ. ചിലപ്പോൾ മേക്കേഴ്സ് ഉദ്ദേശിച്ചതും ഇതുതന്നെയാവും. പ്രേക്ഷകന് യാഥാർത്ഥ്യം ഏതാണെന്ന് സംശയം വരട്ടെ എന്ന് തന്നെയാവും. പക്ഷേ എനിക്ക് തോന്നുന്നത് ഏതെങ്കിലും ഒരു പ്രശസ്തമായ ചരിത്ര സംഭവത്തെ മാത്രം എടുത്ത് മറ്റൊരു കാഴ്ചപ്പാടിൽ കാണിച്ച് പ്രേക്ഷകനെ കൺവിൻസ് ചെയ്യിക്കാൻ ശ്രമിക്കുന്നത് ചിലപ്പോൾ വിജയിച്ചേക്കും. ഒന്നിലധികമാകുമ്പോൾ അത് വിജയിക്കണം എന്നില്ല. ഇവിടെയും അതാണ് സംഭവിച്ചത്. മറ്റൊരു കാരണമായി എനിക്ക് തോന്നിയത് തികച്ചും വ്യത്യസ്തമായ രണ്ട് കഥകൾ സിനിമയുടെ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഹാഫിൽ കാണിക്കുന്നതിന് പകരം ഇതൊരു സത്യവും കള്ളവും ചേർന്ന ഒരു നോൺ ലീനിയർ നരേഷൻ ആയിരുന്നെങ്കിൽ കുറച്ചുകൂടി വ്യത്യസ്തമായിരുന്നേനെ എന്നാണ്. പ്രൊഡക്ഷൻ ക്വാളിറ്റിയിൽ യാതൊരു കോംപ്രമൈസും ചെയ്യാതിരുന്ന സിനിമ ഒരു മൈൽ സ്റ്റോൺ സംഭവം തന്നെയാണ്. ഇന്ന് കമ്മാര സംഭവത്തിന് ഒരു കൾട്ട് ഫോളോയിങ് ഉണ്ടാവാൻ കാരണവും അതാണ്. ഡീറ്റെയിലിങ്ങിൻ്റെ അങ്ങേയറ്റം എന്ന് തോന്നിപ്പോകുന്ന മുരളി ഗോപിയുടെ എഴുത്ത്, അത് സമകാലീന രാഷ്ട്രീയത്തെ ആവട്ടെ, രണ്ടാം ലോക മഹായുദ്ധത്തെ ആവട്ടെ, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാട്ടങ്ങളെക്കുറിച്ചാവട്ടെ, ലേയേർഡ് സ്ക്രിപ്റ്റിൽ കോംപ്ലക്സ് നരേഷൻ. ഇനി വരുന്ന മുരളി ഗോപി എഴുത്തുകളിൽ ഇതിനേക്കാൾ മികച്ചതാവുന്നതിൽ സംശയമില്ല. ഇവിടെ പറഞ്ഞതിനേക്കാൾ കൂടുതൽ ഒരുപാട് ഹിഡൻ ഡീറ്റെയിൽസ് ഇനിയും കണ്ടേക്കാം. നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞ ഹിഡൻ ഡീറ്റെയിൽസ് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കൂ. മറ്റൊരു സിനിമ ഹിഡൻ ഡീറ്റെയിൽ അനാലിസിസ് വീഡിയോ ആയി വീണ്ടും വരാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. പ്ലീസ് വാച്ച്, ലൈക്ക്, കമൻറ്റ്, ഷെയർ ആൻഡ് സപ്പോർട്ട്. ബൈ ബൈ ഗൈസ്.